വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ അളവുകളും യൂണിറ്റുകളും അല്ലെങ്കിൽ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്. അതിന്റെ നമ്മൾ ഒരു പാർട്ട് ഇട്ടായിരുന്നു. ആ ഒരു പാർട്ടിന്റെ നോട്ട് ആവുന്നങ്ങളെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തെ പാർട്ട് അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ അത് കയറി കാണണം കേട്ടോ. അതായത് നമ്മൾ ടെസ്റ്റ് വായിച്ചിട്ടായിരുന്നു അതിന്റെ നോട്ട് തന്നത് കേട്ടോ. ഈ പാഠത്തിനകത്തിൽ നമ്മൾ യൂണിറ്റുകളെ കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളെ പഠിക്കുന്നത് കേട്ടോ. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ പഞ്ചസാര ആയാലും അല്ലെങ്കിൽ മണ്ണെണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും ഇതൊക്കെ മേടിക്കുന്ന യൂണിറ്റുകൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ 10 നമ്മൾ പഠിച്ചായിരുന്നു കേട്ടോ. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. ടു സ്റ്റേറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ്സ് ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് യൂണിറ്റ് മസ്റ്റ് ബി റിട്ടൺ ടുഗദർ കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കിപ്പം 5 കിലോ അരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് അഞ്ച് എന്ത് വേണം? 5 കിലോ അരി വേണം. kg നമ്മൾ കിലോ, kg, കിലോഗ്രാം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള അത്രയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. അത് കയറി ആ ലിങ്ക് ഒന്ന് കാണണേ കുഞ്ഞുങ്ങളെ. അത് കണ്ടിട്ട് നിങ്ങളിത് കാണണം കേട്ടോ. കാരണം ഇത് നമ്മൾ ആ ടെസ്റ്റ് വായിച്ചിട്ട് ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ ആ പാർട്ട് കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇനി നമ്മൾ പഠിക്കാനുള്ള നോക്കൂ നിങ്ങളെ. പേജ് നമ്പർ 11 നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കണേ. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ എടുത്തിട്ട് ഇതിൻ്റെ നോക്കണമെങ്കിൽ മലയാളം അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ, അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഭൗതിക അളവുകളുടെ ഇംഗ്ലീഷ് കുഞ്ഞുങ്ങളെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ ഒരാൾ നിന്ന് അളവ്, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ അളവെടുക്കുന്നതൊക്കെ ഉണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അത് നോക്കിയേ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ച് ചിത്രത്തിലേതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിലേതുപോലെ ചുമരിൽ അടയാളപ്പെടുത്തുക. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? വ്യത്യസ്ത നീളമുള്ള 2 ഈർക്കിലറിയാമല്ലോ ഉപയോഗിച്ച് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്തുക. ലഭിച്ച അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ വേണേ അത് കാണിച്ചു തരുമായിരിക്കും കുഞ്ഞുങ്ങളെ. ഓരോരുത്തരെയും നമ്മുടെ ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് അവിടെ മെഷർ ചെയ്യാനാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതും ഓക്കെ. അതുപോലെ തന്നെ ഒരു ബക്കറ്റിൽ നമ്മൾ ജലം എടുക്കുക. വ്യത്യസ്ത വലിപ്പമുള്ള 2 ഗ്ലാസ്സുകൾ എടുക്കുക. നമ്മൾ ഒരു ബക്കറ്റിൽ, ഇതാണ് അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തേനകത്തിൽ ഒരാൾ നണ്ട് ആ കുട്ടിയുടെ അളവ് ഈർക്കിൽ ഉപയോഗിച്ചിട്ട് കുട്ടിയുടെ അളവെടുക്കുക. ഫസ്റ്റിൽ കടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞില്ലേ? രണ്ടാമത് എന്താ പറയുന്നത്? ഒരു ബക്കറ്റിൽ ജലം എടുക്കുക. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. അതാ വ്യത്യസ്ത വലിപ്പമുള്ള 2 ഗ്ലാസ്സുകൾ. നോക്കിയാൽ ഇവിടെ 2 ഗ്ലാസ് കൊടുത്തേക്കുന്നുണ്ടോ? ഒന്ന് ഏറ്റവും നല്ല വലുതുമാണ്, ഒന്ന് ചെറുതുമാണോ നിങ്ങളെ? അത് എടുത്തിട്ട് അതിലെ ജലം അളന്ന് നോക്കാൻ. നോക്കിയേ, ഒന്ന് വലിയൊരു ഗ്ലാസ്സാണ്, ഒന്ന് ചെറിയൊരു ഗ്ലാസ്സാണ്. ഇത് രണ്ടും എടുത്തിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇത് വെച്ച് അളന്ന് നോക്കാൻ. എന്നിട്ട് നിങ്ങൾ ആ സയൻസ് ഡയറി കുറിപ്പിൽ എഴുതാനാണ്. നോക്കിയേ, സയൻസ് ഡയറിയിൽ എഴുതിയ 2 പ്രവർത്തനങ്ങളുടെയും അളവുകൾ നൽകിയിരിക്കുന്ന പട്ടികൾ ക്രോഡീകരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബോക്സ്, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ നോക്കൂ നിങ്ങളെ. രണ്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ 11ാമത്തെ ചോദ്യമായിട്ടാണ് അത് ഞാൻ എഴുതിയത്. 11ാമത്തെ നോക്കിക്കേ, പ്രവർത്തനം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ആക്ടിവിറ്റി. ഭൗതിക അളവെന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും പഠിച്ചു പോകണേ കേട്ടോ. അളക്കാനുള്ള തോതായി ഉപയോഗിച്ച വസ്തു. ഒബ്ജക്റ്റ് യൂസ്ഡ് ആസ് എ മെഷറിംഗ് സ്കെയിൽ. അളക്കാനുള്ള തോതിനാണ് ഈ മെഷറിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. രേഖപ്പെടുത്തിയ അളവ് റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ അളവ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അളവ്. ഇത്രയാണ് നമ്മുടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നോക്കുഞ്ഞില്ലേ, കുട്ടിയുടെ ഉയരം അളക്കുന്നത് മെഷറിംഗ് ദ ചൈൽഡ് ഹൈറ്റ്. ഫസ്റ്റ് നോക്കിയേ, മെഷറിംഗ് ദ ചൈൽഡ് ഹൈറ്റ്. ആ കുട്ടിയുടെ ഉയരം നോക്കുന്നത് നമ്മൾ എന്തോത്തിലാണ് കുഞ്ഞുങ്ങളെ? നമുക്ക് തരും. അതാണ്ട് ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ബോക്സ് തന്നിട്ട് ഇതിനകത്തിൽ കുറച്ച് ഒഴിവാക്കിയിട്ട് നമ്മളത് എഴുതണം കേട്ടോ. കുട്ടികളുടെ ഉയരം അളക്കുന്നത് എങ്ങനെയാ? എന്ത് വെച്ചാ? നീളം അല്ലെ, ലെങ്ത് വെച്ചാണ്. ആണല്ലോ, എന്താ നിങ്ങളെ? ലെങ്ത്. ഇംഗ്ലീഷുകാർക്ക് ലെങ്തും മലയാളം മീഡിയക്കാർക്ക് നീളവും. ഓക്കെ ആണോ? രണ്ടാമത്തെ നോക്കിയേ, നീളം കൂടിയ ഈർക്കിൽ, നീളം കുറഞ്ഞ ഈർക്കിൽ. നമ്മൾ നീളം കൂടിയ ഈർക്കിൽ വെച്ചാണ് അളക്കുന്നതെങ്കിൽ എന്താ, നമ്മളത് 3-4 വട്ടം ചെല്ലുമ്പം, വലിയ ഈർക്കിലാണെങ്കിൽ എന്താ 3-4 വട്ടം ചെല്ലുമ്പോൾ എളുപ്പം അങ്ങ് മേളിൽ ചെന്ന് അളക്കാൻ പറ്റും. പക്ഷെ ചെറിയ ഈർക്കിലാണെങ്കിലോ എത്ര വട്ടം അതിങ്ങനെ കുത്തി മേളിൽ ചെല്ലണം അല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതിനെക്കുറിച്ച് ഞാൻ ഇതിനകത്തിൽ അത് മെഷർ എഴുതിയിട്ടില്ല. കാരണം ഓരോരുത്തരും എടുക്കുന്ന ഈർക്കിലിൻ്റെ അടിസ്ഥാനത്തിൽ അത് എഴുതാനാണ്. അത് റഫായിട്ടൊന്ന് കൊടുത്തന്നേ ഉള്ളൂ. കാരണം എല്ലാം ഒരുപോലെ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഇതാവും നിങ്ങൾ കേട്ടോ. ഓരോരുത്തരും അളക്കുന്നതിന് വ്യത്യസ്ത ഇത് കാണും.
അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അതുപോലെ തന്നെ ജലത്തിൻ്റെ അളവ് നോക്കിയോ നിങ്ങളെ, ജലമായതുകൊണ്ട് അതെന്താണ്, വോളിയത്തിലാണ് അല്ലേ. വോളിയം എന്ന് വെച്ചാൽ എന്താണ്, വ്യാപ്തം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താ ലിക്വിഡുകളെല്ലാം എൻ്റെ എല്ലാം എന്താ വ്യാപ്തം വോളിയമാണ് കേട്ടോ. അതിൻ്റെ ഭൗതിക അളവ് നമ്മൾ ഫസ്റ്റ് ഇതിൽ പഠിച്ചതാണ്. ലിക്വിഡുകൾക്കെല്ലാം എന്താവും നിങ്ങളെ, അതിന് വ്യാപ്തം അല്ലെങ്കിൽ വോളിയമാണ് കേട്ടോ. പിന്നെ വലിപ്പം കൂടിയ ഗ്ലാസ്സിലെടുത്തതും വലിപ്പം കുറഞ്ഞ ഗ്ലാസ്സിലെടുത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താ, വലിപ്പം കൂടിയ ഗ്ലാസ്സിലെടുത്തെങ്കിൽ നമ്മൾ കുറച്ചൊരു 10 വെട്ട വെയിലും എടുക്കുമ്പോഴത്തേക്ക് ആ ബക്കറ്റിൽ ഇരുന്ന വെള്ളം മൊത്തം എന്താ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ എന്താ അതിൻ്റെ ഇരട്ടി സമയം വേണ്ടി വരും, കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിരിക്കണം അല്ലേ. അപ്പം ഞാൻ അതിൻ്റെ മെഷർ കറക്റ്റായിട്ട് എഴുതിയില്ല, കാരണം ഓരോരുത്തർ എടുക്കുന്ന പാത്രം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അത് നിങ്ങളുടെ ബുക്കിൽ എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ അതിന് കറക്റ്റായ ആൻസർ ഒന്നും ഇവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വലിയ പാത്രവും ചെറിയ പാത്രവും, കാരണം എത്ര ആണെന്ന് പറയുന്നില്ല, വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് കറക്റ്റായ ഒരു മെഷർ പറയാൻ പറ്റുന്നില്ല. ഊഹിച്ചെഴുതാനാണെങ്കിൽ എന്താ നമുക്ക് പറയാം, ഏറ്റവും വലിയ പാത്രത്തിലെടുത്തത് എന്താ നമുക്ക് എളുപ്പം അത് എന്താ ഒരു 4-5 വെട്ടം എടുക്കുമ്പോൾ ആ വെള്ളം അങ്ങ് തീരും. പക്ഷേ ചെറിയതാണെങ്കിൽ എന്താ അതിൻ്റെ ഇരട്ടിയെങ്കിലും എന്തായാലും എടുക്കണം അല്ലേ. ഇരട്ടി കൂടുതലും എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ. അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതായത് ഇവിടെ പട്ടിക വിശകലനം ചെയ്യൂ. ഒരു ഭൗതിക അളവ് കണ്ടെത്താൻ 2 തോതുകൾ വീതമാണല്ലോ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിച്ചത് അല്ലേ, വലുതും ചെറുതുമായിട്ട് അല്ലേ. ഇവ രണ്ടിലും ലഭിച്ച അളവ് ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ? അല്ല, വ്യത്യസ്തമാണ് അല്ലേ. അളവുകൾ തുല്യമാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരേ തോത് ഉപയോഗിക്കുമ്പോൾ ഒരേ അളവ് തന്നെ ലഭിക്കുന്നുണ്ട് അല്ലേ. ഇനി ഇത് നമ്മൾ വേറൊരാളാ ഈ വലിയ പാത്രം കൊണ്ട്, ഇപ്പോൾ 1 ബക്കറ്റ് വെള്ളം ഇവിടെ ഇരിക്കുമോ ഞാൻ, ആ 1 ബക്കറ്റ് വെള്ളത്തിൽ ഈ പാത്രം കൊണ്ട് മാത്രമാണ് കോരി ഒഴിക്കുന്നതെങ്കിൽ എന്താ ഒരേ അളവായിരിക്കും. അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരേ അളവ് തന്നെ ആയിരിക്കും, കാരണം പാത്രം ഇത് തന്നെയല്ലേ. അപ്പോൾ ആരെടുത്താലും ആ അളവ് തന്നെ ആയിരിക്കും അല്ലേ. ഒരു ഭൗതിക അളവ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർ അളന്നാലും ഒരേ അളവുകൾ തന്നെ ലഭിക്കേണ്ടേ. ഇതിനായിട്ട് എല്ലാവരും നിശ്ചിതമായ ഒരു അടിസ്ഥാന തോത് സ്വീകരിച്ചാൽ മതിയാകുമല്ലോ. ഇതിനെ നമുക്ക് ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്നാവും നിങ്ങളെ പറയുന്നത്. എന്താ പറയുന്നത്? ഭൗതിക അളവുകളുടെ യൂണിറ്റ് എന്ന് പറയുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എന്താണ് ഈ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ യൂണിറ്റ്? അതായത് ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള തോതാണ് യൂണിറ്റ്. നമ്മൾ പഠിക്കുന്ന ഈ ടെസ്റ്റിലെ പച്ച ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളും ബുക്കിനകത്തിൽ ബോക്സ് ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. വെറുതെ എഴുതി വെച്ചാൽ പോരാ, അത് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വെറുതെ ബുക്ക് നിറച്ച് എഴുതി അതിന് എന്താ ക്രയോണോ അല്ല സ്കെച്ച് വെച്ച് അങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചതുകൊണ്ടും കാര്യമില്ല. അത് പഠിക്കണം കേട്ടോ. നല്ല മാർക്ക് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കൂട്ട് നല്ല മാർക്ക് മേടിക്കണ്ടേ കേട്ടോ. വെറുതെ എഴുതി വെക്കല്ലേ, പഠിക്കണേ. അപ്പോൾ നോക്കിക്കേ, അടുത്ത് നോക്കൂ നിങ്ങളെ. അപ്പോൾ ഇത് ഓക്കെ ആണോ? എന്താ യൂണിറ്റ് എന്ന് ഞാൻ ഈ ആദ്യത്തെ പാർട്ടിൽ 10 ക്വസ്റ്റ്യൻ ആൻസറേ തന്നുള്ളൂ. ആ 10 എണ്ണം പഠിച്ച് വൃത്തിയായിട്ട് ഓക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ ഇടണേന്ന് കേട്ടോ. പക്ഷെ ആരും പഠിച്ചിട്ടിട്ടില്ല. അപ്പോൾ എന്നിട്ട് രണ്ടാമത്തെ പാർട്ടാണിത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഭൗതിക അളവുകളുടെ യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പാഠത്തിലെ യൂണിറ്റുകളെ കുറിച്ചാണ്. അപ്പം നോക്കിയാൽ ഭൗതിക അളവിനെ കൃത്യമായിട്ട് പ്രസ്താവിക്കാൻ ഒരു കൃത്യമായ മെഷർ ഉണ്ടോ കുഞ്ഞുങ്ങളെ? അതിനെ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു തോതാണ് യൂണിറ്റ് കേട്ടോ. യൂണിറ്റ് നമ്മുടെ ടെസ്റ്റിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. പേജ് നമ്പർ 12 കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? പേജ് നമ്പർ 12 കണ്ടോ കയ്യും കാലും ഒക്കെ കൊടുത്തേക്കുന്നത്. ഇതെന്തുവാ ഇത് സംഭവം? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മുൻകാലങ്ങളിൽ പണ്ട് കാലത്ത് നമ്മുടെ അപ്പൂപ്പൻ്റെ കാലത്തെ എന്താ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വ്യത്യസ്ത യൂണിറ്റുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാദത്തിൻ്റെ ഇത് വെച്ചാൽ പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് അടി. പിന്നെ നീളം അളക്കുന്ന ഫീറ്റ് അല്ലേ, നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അടി. ചാന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങൾ? നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫസ്റ്റ് വിരൽ തൊട്ട് ലാസ്റ്റ് വിരൽ വരെയുള്ള ഇങ്ങനെ കാണേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിനെ നമ്മൾ എന്താ ചാൺ എന്നാ പറയുന്നത്. പിന്നെ മുഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈയുടെ ഈ മടക്ക് മുതൽ അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ പറയുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? മുഴം കേട്ടോ. എന്നീ അളവുകളായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ പറയും? നീളം അളക്കാൻ വ്യത്യസ്ത സ്കെയിലുകളുണ്ട് അല്ലേ. ഡിഫറൻറ്റ് സ്കെയിൽസ് വെയർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെന്ത്. ഒന്നാമത്തത് ഫീറ്റ്. അടിയുടെ ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ? ഫീറ്റ്. അടുത്തത് 1/4 ആം. 1/4 ആം എന്ന് വെച്ചാൽ മുഴം. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അവനവൻ്റെ എഴുതുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ചാൺ എന്ന് വെച്ചാൽ ഹാൻഡ്സ് പാം. ചാൺ
പടം ഉൾപ്പെടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ, ഇതിൻ്റെ പേര് ഉൾപ്പെടെ അങ്ങ് പഠിക്കണം. ഇനി മറ്റു രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിരിക്കും? മറ്റു രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിരിക്കും? അതൊരു ചോദ്യമാവും ഞങ്ങൾ ഏതാണ്ട്. അതായത് പല തോതുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ പലരും പല തോതാ ഉപയോഗിക്കുന്നെങ്കിൽ എന്തോ ചെയ്യും? ഞാൻ ഒരു തോത് എടുത്തുകൊണ്ട് വരും, നിങ്ങൾ ഒരെണ്ണം എടുത്തുകൊണ്ട്, പലരും പല സ്കെയിലുകളാണ്. തോതെന്ന് വെച്ചാൽ സ്കെയില്, പലരും പല അവനവന് ഇഷ്ടമുള്ള ഓരോ സ്കെയിലും എടുത്തുകൊണ്ട് വന്നിട്ട് അളന്ന് ഇങ്ങനാ അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. അപ്പം എന്താണ് ഇവിടെ നോക്കിക്കേ, പല തോതുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്താ? ആക്യുറസി കാനോട്ട് ബി എൻഷ്വേർഡ്. ആക്യുറസി സ്പെല്ലിംഗ് ഒക്കെ അറിയണേ നിങ്ങളെ. ആക്യുറസി കാനോട്ട് ബി എൻഷ്വേർഡ്. ആക്യുറസി എന്ന് വെച്ചാൽ കൃത്യത. നമുക്കൊരു കൃത്യമായിട്ട് ഉറപ്പാക്കാൻ കഴിയില്ല. ഓരോരുത്തരും ഓരോന്നും എടുത്തോണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നോ ഡിഫിക്കൽറ്റി ഓഫ് എ കമ്പാരിസൺ ചെയ്യുക വെച്ചാൽ താരതമ്യം ചെയ്യുക. ഡിഫിക്കൽറ്റി ബുദ്ധിമുട്ടാണ്. അവർ താരതമ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലയോ? താരതമ്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 3 ഡിഫിക്കൽറ്റി ഇൻ സെല്ലിങ് ആൻഡ് ബൈയിങ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലയോ നിങ്ങളെ. ഇപ്പം അവരുടെ മെഷീൻ കൊണ്ടുവന്നിട്ട് ത്രാസ് ഉണ്ടല്ലോ, അതിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് 2 കിലോ ഇപ്പോൾ റോഡേ കൊണ്ടുവരുന്ന എന്തെങ്കിലും സാധനം മേടിക്കുക. അവരുടെ മെഷീനിൽ കൊണ്ടുവന്നിട്ട് ഇത് 2 കിലോ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് തരുമ്പോൾ നമുക്കതൊരു ഉറപ്പില്ല. ഇവന് 2 കിലോ തന്നെ ആണോ നമുക്ക് തന്നത് ഇല്ലയോ? നമ്മുടെ മനസ്സിൽ ഇത് കൂടിപ്പോയാൽ 1 കിലോ പോലും കാണത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെ ഒരു ഉറപ്പ് നമുക്കില്ല. മനസ്സിലായോ? ഇത് പല തോതുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നിങ്ങളെ 3 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം, മലയാളക്കാർ മലയാളം എഴുതിയിടണം കേട്ടോ. കൃത്യത ഉറപ്പാക്കാൻ കഴിയത്തില്ല. ആക്യുറസി കാനോട്ട് ബി എൻഷ്വേർഡ് കേട്ടോ. ഡിഫിക്കൽട്ടി ഇൻ കമ്പാരിസൺ, ഇത് താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അതിനുള്ള ബുദ്ധിമുട്ടുകൾ. ഡിഫിക്കൽട്ടി ഇൻ സെല്ലിങ് ആൻഡ് ബൈയിങ്. നമ്മൾ ബൈയിങ് എന്ന് വെച്ചാൽ എന്താ? വാങ്ങുക അല്ലേ? സെല്ലിങ് എന്ന് വെച്ചാൽ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ. മനസ്സിലായോ? 13ാമത്തെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി നോക്കിക്കേ, എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്തെല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആവും ഞങ്ങളെ ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് എന്താണ്? ലോകത്തെ എല്ലായിടത്തും എന്താ മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. യൂണിറ്റ് എന്നാൽ എന്തുണ്ട്? താണ്ടെ എ യൂണിറ്റ്. എന്താണ് യൂണിറ്റ്? എ യൂണിറ്റ് ഈസ് എ മെഷർ അക്സെപ്റ്റഡ് വേൾഡ് വൈഡ് ടു ആക്യുറേറ്റ്ലി എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് QTY എന്ന് ഞാൻ ചുരുക്കി എഴുതിയേക്കോ കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി. എ യൂണിറ്റ് ഈസ് എ മെഷർ അക്സെപ്റ്റഡ് വേൾഡ് വൈഡ് ടു ആക്യുറേറ്റ്ലി എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. വായിക്കാൻ അറിയണേ. ഒരു ഭൗതിക അളവിനെ കൃത്യമായിട്ട് നമ്മൾ പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള തോതാണ് യൂണിറ്റ്. മലയാളംകാർ മലയാളം എഴുതണം, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതണം. ഇത് ഇങ്ങനെ രണ്ടും കൂടെ കിടക്കുന്നുണ്ടാവും നിങ്ങളെ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊക്കെ തോന്നുന്നത്. എല്ലാം ഓരോ വരിയേ ഉള്ളൂ കേട്ടോ. ഇനി നീളം അളക്കാൻ ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്നത് മീറ്ററാണ് കേട്ടോ. നീളം അളക്കാൻ വേണ്ടി ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നത് എന്താണ്? മീറ്ററാണ്. ഇനി നോക്കിയേ, ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകളും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് കുഞ്ഞുങ്ങളെ SI യൂണിറ്റുകൾ. നിങ്ങൾ ഫിസിക്സ് ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് SI യൂണിറ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. SI യൂണിറ്റ് കേട്ടോ. ഫിസിക്സ്, ഇതും ഫിസിക്സാ കേട്ടോ. ഫിസിക്സ് എന്ന് വെച്ചാൽ വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഇപ്രാവശ്യം ഉണ്ട്. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ഓരോരുത്തർക്കും പണ്ട് കാലങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം എന്താ? എല്ലാത്തിനും അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അളക്കുന്നതിനും അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്ത് എന്താ കുഞ്ഞുങ്ങളെ എല്ലായിടത്തും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഇതാണ്. നീളം അളക്കാൻ ലോകത്തെല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുമുണ്ട്. ഇന്ന് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, അതായത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ചുരുക്കെഴുത്താണ്. അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാൻ കുഞ്ഞുങ്ങളെ SI യൂണിറ്റ്. എന്താ? SI യൂണിറ്റ് കേട്ടോ.
SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പോൾ 1 കിലോ എന്തെങ്കിലും മേടിക്കാൻ അതിപ്പോൾ ഏത് ലോകത്ത് പോയാലും അതിൻ്റെ മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 1 കിലോ അളക്കുന്നതിനുള്ള അല്ലേ. അപ്പോൾ അത് എല്ലായിടവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാ ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും, അത് നമ്മുടെ ഫസ്റ്റ് ഒരു പടം കൊടുത്തായിരുന്നല്ലോ ഇല്ലേ, 2 പിള്ളേർ തങ്ങൾ പറയുന്നതുണ്ടല്ലോ ഫസ്റ്റ് പേജിൽ, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാ ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ തന്നെ കണ്ടോ നിങ്ങളെ, ഒരേ ഭൗതിക അളവുകൾ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകളിൽ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ 15 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ നീളം അളക്കാൻ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നതാണ് മീറ്റർ അല്ലേ. അത് കഴിഞ്ഞിട്ട് 16ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ, എല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിൻ്റെ ആണ് കേട്ടോ. 17ാമത്തെ ചോദ്യം നോക്കിയേ, ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഡിഫറൻറ്റ് യൂണിറ്റ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ഡിഫറൻറ്റ് കണ്ടക്സ്റ്റ്. ലാർജർ യൂണിറ്റ് ആർ യൂണിറ്റ് ഫോർ റിലേറ്റീവ്ലി ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് സ്മാളർ യൂണിറ്റ് ഫോർ റിലേറ്റീവ്ലി സ്മാൾ ക്വാണ്ടിറ്റീസ്. അതിൻ്റെ ഇംഗ്ലീഷുമാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മൾ വായിച്ചത്. അടുത്തത് നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ. ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ കുറേ യൂണിറ്റുകളുടെ പേര് പഠിക്കുന്നുണ്ട്. അത് ഒരു ബോക്സിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ബോക്സിലിട്ട് എഴുതണം കേട്ടോ. ഇനി അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീളത്തിൻ്റെ വിവിധ യൂണിറ്റ് നോക്കൂ നിങ്ങളെ. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ് കണ്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നീളം, ലെങ്ത് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? 18 നല്ലതുപോലെ എഴുതിയെടുത്തോ. അടുത്ത 19ാമത്തെ, നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. ഇതിൻ്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ എന്ന് പറയുന്നത് M ആവും നിങ്ങൾ കേട്ടോ. എല്ലാത്തിൻ്റെ ഷോർട്ട് ഫോം, അതിനാണ് സിമ്പൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നീളത്തിനെ നമ്മൾ ലെങ്ത് അല്ലേ, ലെങ്ത് നീളം, അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇതിനെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം M ആണ്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ദ മീറ്റർ, ഇറ്റ്സ് സിമ്പൽ ഈസ് M. ഓക്കെ ആണോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ബോക്സിൽ വരേണ്ടത്. ഇനി നീളത്തിൻ്റെ ഈ മീറ്റർ മാത്രമേ ഉള്ളൂ നീളം അളക്കാൻ. അതായത് നമ്മൾ സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക എന്ന് നമ്മളോട് പറയാമോ നിങ്ങൾ? എന്താ സ്കെയിൽ എടുത്തിട്ട് നിങ്ങളോട് പറയാം, എന്താ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാൻ നിങ്ങളോട്. നമ്മൾ മാത്സ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണല്ലോ. മാത്സിൻ്റെ ലിങ്കൊക്കെ കാണാറുണ്ടോ നിങ്ങൾ കേട്ടോ. നമ്മളെല്ലാത്തിൻ്റെ 5, 6, 7, 8ൻ്റെ ലിങ്ക് നമ്മുടെ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം ചാനൽ എടുത്തിട്ട് നിങ്ങൾ നോക്കണം, എന്നിട്ട് നിങ്ങൾ പറയണേ. അപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താ നോക്കിയേ, നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ ഏതെല്ലാം? നമ്മൾ വേണ്ട നമ്മുടെ സ്കെയില് അല്ലേ, സ്കെയിലിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. നമ്മളോട് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരെണ്ണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0 മുതൽ 5 വരെ അല്ലേ കുഞ്ഞുങ്ങളെ ഇടുന്നത്. പക്ഷേ ഇതിനകത്തെല്ലാം ഈ കുഞ്ഞു വരെ എന്തിനായിട്ടിരിക്കുന്നത് നോക്കാം. നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ. എന്താ കുഞ്ഞുങ്ങളെ? സെൻറ്റിമീറ്റർ, ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. മില്ലിമീറ്റർ, കിലോമീറ്റർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ കേട്ടോ. ഇതിനെല്ലാം സിമ്പൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റിമീറ്ററിന് നമ്മൾ CM എന്ന് പറയും. മില്ലിമീറ്ററിനെ നമ്മൾ MM എന്ന്, ഇതിൻ്റെ എല്ലാം സിമ്പലാണ് കേട്ടോ, പ്രതീകം. കിലോമീറ്ററിനെ ഇനി നമ്മൾ കിലോമീറ്റർ അങ്ങനെ എഴുതണ്ട. KM എന്ന് എഴുതിയ അതിൻ്റെ അർത്ഥം കിലോമീറ്റർ ആണ്. CM എന്ന് എഴുതിയ അതിൻ്റെ അർത്ഥം സെൻറ്റിമീറ്റർ ആണ്. MM എന്ന് എഴുതിയ അതിൻ്റെ അർത്ഥം മില്ലിമീറ്ററാണ് കേട്ടോ. എല്ലാം ഷോർട്ട് കുറച്ച് അത്രയും ചുരുക്കി എഴുതിയാൽ മതി. മീറ്ററിന് നമ്മൾ മീറ്റർ എന്ന് എഴുതണ്ട, M എന്ന് എഴുതിയാൽ മതി. ഇപ്പം പിടികിട്ടിയോ? ഇതെല്ലാം അതിൻ്റെ സിമ്പൽസുകളാണ്. ഇനി നമ്മൾ സ്കെയിൽ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. എന്നിട്ട് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളവിടെ 0യ്ക്കും കാണാൻ പറ്റുന്നുണ്ടോ? അതെ,
ഈ 0-നും ഈ 1-നും ഇടയിലേ നോക്കണേ, ഈ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വര കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. 0-നും ഈ 1-നും ഇടയിൽ നോക്കണേ, നിങ്ങളുടെ സ്കെയിൽ എടുത്ത് നോക്കിയാൽ 10 വര കാണും കേട്ടോ. എത്ര എണ്ണം നിങ്ങളെ? 10 വര കാണും കേട്ടോ. 10 എണ്ണം കാണും. ഇങ്ങനെ കൊച്ചു 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 കുത്തുകൾ 10 എണ്ണം കാണും. അതായത് 0-ൽ നിന്നും 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ കുഞ്ഞു വരയാവും നിങ്ങളെ, ഈ മില്ലിമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വരയ്ക്കുന്ന കുഞ്ഞു 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 വരയില്ലേ, അതിന് നമ്മൾ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പം നോക്കിയാൽ ഈ 0 മുതൽ ഈ 1 വരെ നമ്മൾ 10 മില്ലിമീറ്റർ 10 വരെയുണ്ട് കേട്ടോ. അപ്പോൾ 1 മീറ്റർ ഉണ്ട്, 1 മീറ്റർ അല്ല 1 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഒരു CM നമ്മുടെ സ്കെയിലിൽ സെൻറ്റിമീറ്റർ അല്ലേ. 0 മുതൽ 1 വരെയുള്ള സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? എത്ര? 10 മില്ലിമീറ്റർ ആണ്. 10 എന്ന് വന്ന എന്തുകൊണ്ടാണെന്ന് കണ്ടോ? നമ്മുടെ സ്കെയിലിനകത്തിൽ 10 വര കിടപ്പുണ്ട് കേട്ടോ. 0-ൽ നിന്നും 1 വരെ നിങ്ങളുടെ സ്കെയിൽ നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ, 10 വരെയുണ്ട്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ് കേട്ടോ. 1 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണേ 10 mm ആണ്, mm കേട്ടോ. എന്നാൽ 1 മീറ്റർ അത് നമുക്ക് കുഞ്ഞിലെ മുതലേ അറിയാവുന്ന കേട്ടോ അല്ലേ, ഏത് പുസ്തകം എടുത്താലും 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ, 1 മീറ്റർ കേട്ടോ. 1 മീറ്റർ എന്ന് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് ഇട്ട് കണ്ട കേട്ടോ, ഞാൻ തന്നെ ബോക്സ് ഇട്ട് നിങ്ങളെ കാണിച്ചിരിക്കുക. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 100 സെൻറ്റിമീറ്റർ ആണ്. മറക്കല്ലേ, ഇതൊക്കെ 1 മാർക്കിന് ഈ ചാപ്റ്ററിൽ കൂടുതലും 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. 1000 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിലിൽ നോക്കിയാൽ നമ്മുടെ കൊച്ചു സ്കെയിലാണ്, 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൽ അല്ലേ, 15 സെൻറ്റിമീറ്റർ. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പോയി എത്ര? 1 മീറ്റർ വരെ വരുമ്പോൾ എന്താവും നിങ്ങളെ? 1000 മില്ലിമീറ്റർ ആണ്. ഇത് നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ബോക്സിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പേപ്പർ, ബോണ്ട് പേപ്പർ ഇടപ്പോൾ കീറിപ്പോത്തില്ലല്ലോ, നല്ലപോലെ വരച്ച് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലിമീറ്റർ ആണ്. ഇത് പഠിച്ചിട്ട് മമ്മിയുടെ കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ പപ്പയുടെ കൊണ്ടു കൊടുത്തിട്ട് ചോദിക്കാൻ പറയണം. ഒരിക്കലും ഓർഡറിൽ ചോദിക്കരുത്. തിരിച്ചും മറിച്ചും വിട്ട് ചോദിച്ച് പറയുന്ന കുട്ടികൾക്ക് ഇനി ആയാലും ഇതെല്ലാം ഭാവിയിൽ ഉപകരിക്കുന്ന കാര്യങ്ങളാവും നിങ്ങളെ കേട്ടോ. മാത്സ് ആയാലും ഫിസിക്സ് ആയാലും ഇതൊക്കെ വേണ്ടുന്ന. ഇനി മൈക്രോൺ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നോക്കിയേ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ സെൻറ്റിമീറ്ററുകൾ, മില്ലിമീറ്റർ, കിലോമീറ്റർ എന്നിവയാണ്. ഇവയെ നമ്മുടെ സ്കെയിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഏതാണ്ട് 1 മുതൽ കണ്ടോ, 0 മുതൽ 1 വരെ കണ്ടോ നിങ്ങളുടെ ടെസ്റ്റ്. സയൻസ് ലാബിലുള്ള ഒരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് പരിശോധിക്കുക. സ്കെയിലിൽ ചെറിയ വരകളും വലിയ വരകളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അടുത്തടുത്ത 2 വലിയ വരകൾക്കിടയിലുള്ള ദൂരം 1 സെൻറ്റിമീറ്ററും ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം മില്ലിമീറ്ററും ആണ്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു വരകളാണ്, ഈ കുഞ്ഞു വരകളാണ്. മൊത്തം കൂടെ 10 എണ്ണം വരുമ്പോഴാണ് നമ്മൾ ഒരു സെൻറ്റിമീറ്റർ കേട്ടോ. സെൻറ്റിമീറ്റർ ആണേ, തിരിഞ്ഞു പോവല്ലേ. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര എന്നാണ് നമ്മൾ പറഞ്ഞത്? 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് വെച്ചാലോ 1000 മില്ലിമീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിലും ചെറിയ അളവുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ടോ? ഒരു മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? നിരോധിച്ചു. 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോൺ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു. നോട്ടീസിൽ പറയുന്ന അളവ് ഏതാണ്? മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നിങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി നിങ്ങളെ, ഈ മൈക്രോമീറ്ററിൻ്റെ ഒരു പടം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് നോക്കണേ കേട്ടോ. എന്തായാലും നിങ്ങൾ ഫോൺ എടുക്കുമെന്ന് എനിക്കറിയാം. ഈ മൈക്രോമീറ്റർ എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെ ഇമേജ് എടുത്ത് നോക്കിയാൽ മതി, എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ചുരുക്കപ്പേര് നമ്മൾ മൈക്രോമീറ്ററിൻ്റെ ചുരുക്കപ്പേരാണ് മൈക്രോൺ എന്ന് പറയുന്നത്. 1 മീറ്റർ എത്ര മൈക്രോമീറ്റർ ആയിരിക്കും? അത് നമ്മുടെ ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോൺ എന്നാൽ മൈക്രോമീറ്ററിൻ്റെ ചുരുക്കപ്പേരാണ് അല്ലേ. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 1 മീറ്റർ നമുക്ക് ചെയ്ത 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് 10 ലക്ഷമാണ് കേട്ടോ.
വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക് കേട്ടോ. 10 ലാക്ക് മൈക്രോമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കിലോമീറ്റർ. അപ്പം നോക്കിയോ കുഞ്ഞുങ്ങളെ, അടുത്തത് പേജ് നമ്പർ 14 നോക്കണേ. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടല്ലോ. നമ്മൾ എപ്പോഴും മീറ്ററും കൊണ്ടിരുന്നാൽ മതിയോ? അല്ല, മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിയുണ്ട് അല്ലേ. വലിയ വലിയ മീറ്ററുകളൊക്കെ വലുതൊക്കെ അളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് റോഡരികിലുള്ള ഈ സൈൻ ബോർഡിൽ കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? 13 കിലോമീറ്റർ. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പം റോഡിലെ സൈൻ ബോർഡിൽ ഇങ്ങനെ അല്ലേ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ. കിലോമീറ്റർ എന്തിൻ്റെ പ്രതീകമാണ്? നോക്കൂ കുഞ്ഞുങ്ങളെ, 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 ബോക്സിൽ എഴുതേണ്ടതാണ്. 1000 മീറ്ററാണ്. ഇതിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ? ചുവടെ നൽകിയ ശാസ്ത്രലേഖനത്തിൻ്റെ ഭാഗം നോക്കൂ കുഞ്ഞുങ്ങളെ. സൗരയുധത്തിൻ്റെ അളവുകൾ, സോളാറിൻ്റെ അല്ലേ, സോളാർ സിസ്റ്റം നോക്കിക്കേ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. 15 കോടി കിലോമീറ്ററാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. എന്താണ് പ്രകാശവർഷം എന്ന് ഒരു മാർക്കിന് എഴുതണേ കുഞ്ഞുങ്ങളെ. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഞാനത് എഴുതിയില്ല. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ബോക്സാണത്. ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളെ. ആസ്ട്രോണമിക്കൽ യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് AU എന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണെന്ന്. 15 കോടി അല്ലേ, 15 crore. ഒരു വർഷം കൊണ്ട് ഒരു വർഷമാണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. വർഷം എന്ന് കേൾക്കുമ്പോഴേ അറിയില്ല, ഒരു വർഷം. ഈ ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണടച്ച് തുറക്കുന്ന സമയമല്ലേ. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് കേട്ടോ. ഇത് വല്ലതും നമുക്കറിയാവോ? എന്തോ അറിയില്ല, ഒന്നും അറിയില്ല. ലേഖനത്തിൽ പറയുന്ന യൂണിറ്റുകൾ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത് ചർച്ച ചെയ്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. അടുത്ത നമ്മൾ മാസിൻ്റെ യൂണിറ്റാണ്. ഈ ബോക്സ് നല്ലപോലെ പഠിക്കണേ. മാസിൻ്റെ യൂണിറ്റൂടെ കഴിയുമ്പോൾ നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യും. കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ചിത്രം ശ്രദ്ധിക്കൂ. ഒരു തട്ടിൽ തൂക്കുകട്ട വെച്ചതിന് ശേഷമാണല്ലോ തൂക്കം കണക്കാൻ. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മളിതൊക്കെ കടയിൽ പോയി മേടിക്കുന്നത്. നോക്കിയേ, തൂക്കുകട്ട വെച്ചു, ആപ്പിൾ വെച്ചു അല്ലേ. ഇവിടെ തൂക്കുകട്ടയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഇവിടെ ഒരു തട്ടിൽ തൂക്ക് കട്ടി വെച്ചത്? കാരണം 1 കിലോ ആണെങ്കിൽ നമ്മൾ ആ 1 കിലോയുടെ കട്ടി വെച്ചെങ്കിലല്ലേ ഒക്കത്തുള്ളൂ, ഇല്ലയോ? തൂക്കുകട്ടയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് കേട്ടോ. മാസിന് മലയാളം പിണ്ഡം എന്നും അർത്ഥമുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. പിണ്ഡം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെച്ചിരിക്കും, പക്ഷേ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. കാണിച്ചിരിക്കുന്ന തൂക്കുകട്ടിയുടെ ചിത്രം പരിശോധിക്കൂ. നോക്കൂ നിങ്ങളെ, ഇവിടെ ഒരു 10 ഗ്രാമിൻ്റെ ചെറിയ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, 1 കിലോയുടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, 10 കിലോയുടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിന് കാണുന്ന ആർക്കെങ്കിലും വീട്ടിൽ കടയുണ്ടെങ്കിലും അത് പറയണേ നിങ്ങൾ കേട്ടോ. കടകളുള്ള വീടുകളിൽ ഇത് കാണുമല്ലോ അല്ലേ. ചിലപ്പോൾ വീടും കടയായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് പറയണേ കേട്ടോ. അപ്പം അടുത്ത് നോക്കി കുഞ്ഞേ, മാസ്. അപ്പം നമ്മളിവിടെ എവിടെ വരെ പറഞ്ഞിരുന്നു? ഈ KM എന്ന് വെച്ചാൽ കിലോമീറ്റർ ആണ് കേട്ടോ. ഞാൻ നമ്പർ ആ ഓർഡറിൽ തന്നെ എഴുതിയെടുക്കണേ. KM എന്ന് വെച്ചാൽ കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ ബോക്സ് നോക്കിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ, ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് അതുപോലെ എഴുതിയെടുക്കണേ. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ ആണ്. സൗരയൂഥത്തിൻ്റെ അളവുകൾ നമ്മുടെ ടെസ്റ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗരയൂഥത്തിൻ്റെ അളവുകൾ ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തുകൊണ്ട് ഞാൻ എഴുതിയില്ല കേട്ടോ. അടുത്ത മാസം എന്നാൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് കേട്ടോ. ദ്രവ്യം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാറ്റർ ആവും ഞങ്ങളെ. ദ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ആൻഡ് ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. 26ാമത്തെ ചോദ്യമാണ്. നമ്മൾ മാസമായിട്ട് അങ്ങ് പഠിക്കണം കേട്ടോ. നമ്മൾ മാസല്ലേ.
ഇനി മാസിന്റെ SI യൂണിറ്റ് kg ആണ്. നോക്കണേ, ബോക്സിൽ ഇട്ടേക്കണേ. മാസിന്റെ SI യൂണിറ്റ് നോക്കൂ നിങ്ങളെ, കിലോഗ്രാം ആണ്. kg ആണ് ഇതിന്റെ പ്രതീകം. ഇതിന്റെ സിമ്പൽ ഏതാണ്? കിലോഗ്രാമിന് kg എന്നാണ് അല്ലേ. എല്ലാത്തിൻ്റെയും സിമ്പൽ അറിയണം കേട്ടോ. ഇനി മാസിന്റെ ചെറിയ യൂണിറ്റുകളാവും നിങ്ങളെ മില്ലിഗ്രാം അല്ലേ. നമ്മളിപ്പോൾ 1 കിലോ വേണം, 1 കിലോ തികച്ച് നമുക്ക് വേണ്ട, 1/2 കിലോ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? 500 മില്ലി ആട്ടോ. 500 മില്ലിഗ്രാം. മില്ലിഗ്രാം അല്ല, ഗ്രാമാണ്. 500 ഗ്രാമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഗ്രാമാണ്. ഗ്രാമിനേക്കാൾ ചെറുതല്ലേ മില്ലിഗ്രാം. സ്മാൾ യൂണിറ്റ് ഓഫ് മാസ് മില്ലിഗ്രാം, ഗ്രാം. 1 ഗ്രാം എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളെ, 1 ഗ്രാം, ഇത് ബോക്സ് ആണ്, 1000 മില്ലിഗ്രാം ആണ്. 1000 മില്ലിഗ്രാം ആണ്. മാസിന്റെ വലിയ യൂണിറ്റുകൾ, അതായത് നമ്മൾ ചെറിയ യൂണിറ്റും വലിയ യൂണിറ്റും കൂടെ തിരിഞ്ഞു പോലെ നിങ്ങൾ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? മാസിന്റെ വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റും കൂടെ തിരിഞ്ഞു പോകരുത്. അപ്പോൾ നോക്കിയോ നിങ്ങളെ, മാസിന്റെ വലിയ യൂണിറ്റുകൾ, ചെറുതും വലുതൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ചെറിയ യൂണിറ്റുകളും ഉണ്ടാവും. ഇനി വലിയ യൂണിറ്റുകൾ, ഇതെല്ലാം ഞാൻ ബോക്സിൽ തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെ ബോക്സിൽ വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മാസിന്റെ ചെറിയ യൂണിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിഗ്രാമും ഗ്രാമുമാണ്. മില്ലിഗ്രാമും ഗ്രാമുമാണ്. വലിയ യൂണിറ്റ് എന്ന് വെച്ചാൽ ഇനി നമ്മൾ പറയുകയാണ് കിൻഡൽ കേട്ടോ. ടണ്ണ്, ലാർജ് യൂണിറ്റ് ഓഫ് മാസിന് നമ്മൾ എന്താ നിങ്ങളെ, കിൻഡൽ. ഇപ്പം നമ്മൾ ഒരു വണ്ടി നിറയെ റബ്ബർ ഷീറ്റ് കൊണ്ടുപോവുക, അവരെന്ത് ഓരോ റബ്ബർ ഷീറ്റ് എടുത്ത് വെച്ചിരുന്ന് എണ്ണുവാന്നോ? അല്ലെങ്കിൽ ഒരു വണ്ടി നിറയെ ചേനയോ ചേമ്പോ കാച്ചിലോ അല്ലെങ്കിൽ തടിയോ, നമ്മുടെ തടി വണ്ടിയൊക്കെ നമ്മുടെ റോഡേ പോകുന്ന കാണത്തില്ല. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഓരോ വിറവെടുത്ത് അല്ലെ ഓരോ തടിയെടുത്ത് അങ്ങോട്ട് വെക്കുവാന്നോ? അതൊക്കെ കിൻഡൽ എന്ന് പറയും കേട്ടോ. എന്തായി കിൻഡൽ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? 1 ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടിയൊക്കെ വലിയ തടിവണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലേ, അതൊക്കെ നമ്മൾ ടൺ കണക്കിനാണ്. 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം കേട്ടോ. 1 കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ഗ്രാം. 1 കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ആ 0 എണ്ണിക്കോണേ. 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക് മില്ലിഗ്രാം. 1 കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം കേട്ടോ. 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം മില്ലിഗ്രാം. 0 കറക്റ്റായിട്ട് അറിയണം കേട്ടോ. 0ത്തിന് വാല്യൂ ഉള്ളതാണ്. 0 നല്ലതുപോലെ അറിയണേ. ബോക്സ് ഇട്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ബോക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നോക്കിക്കേ, ഈ ബോക്സ് ആണ് ഞാൻ എഴുതിയത്. നമ്മൾ പേജ് നമ്പർ 15 വരെയുള്ളത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കിടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അത് നല്ലപോലെ പഠിക്കണേ കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ എന്നിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയിടാം. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.